ഒരു വിശ്വാസിയുടെ മൂല്യം ദൈവസന്നിധിയിൽ അവന്റെ മൂല്യം, അവന്റെ വാല്യൂ എങ്ങനെയുള്ളതാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. आज हम लोग विश्वासियों का मूल्यता, परमेश्वर की उपस्थिति में एक विश्वासी का मूल्यता कितना है, क्या है करके उस विषय में हम देखेंगे. നമ്മളെ ദൈവസന്നിധിയിൽ മൂല്യമുള്ളവരാക്കി തീർക്കാൻ കർത്താവിന് നമ്മളോട് പ്രസാദം തോന്നി എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. हमारे जीवन में सबसे बड़ा भाग्य यह है कि हम सब लोग परमेश्वर की उपस्थिति में भाग्यवान लोग हो गए. നമ്മളെ പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. പുറപ്പാട് എക്സോഡസ് ചാപ്റ്റർ 30 വേഴ്സ് 15. 30:15. Yes. അവിടെ കർത്താവ് മോശ മുഖാന്തരം പറയുകയാണ്, നിങ്ങളുടെ ജീവൻ സോളാണ്. നിങ്ങളുടെ സോളിന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുവാൻ 1/2 ശേക്കൽ വെള്ളി ദൈവാലയത്തിലെ തൂക്കപ്രകാരം ഓരോ 20 വയസ്സ് കഴിഞ്ഞവരും ദൈവസന്നിധിയിൽ ദേവാലയത്തിലേക്ക് കൊടുക്കണം. അത് ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ്. तो वहां पर उसका 14 और 15 में जब पढ़ते समय में वहां पर हम देखते हैं कि हमारा जो प्राण का जो प्रायश्चित का जो दाम है वो हर एक व्यक्तियों को, जो वाक्य 14 में पढ़ते समय में 20 वर्ष से जो ऊपर है वो लोग सभी लोगों को मंदिर में उनको ये भेंट चढ़ाना है या अपना प्राण का प्रायश्चित का दाम उनको भरना है. അപ്പോൾ അതിന് ഇസ്രായേൽ മക്കളിൽ ആർക്കെങ്കിലും അങ്ങനെ കൊടുക്കാൻ കഴിയാഞ്ഞാൽ വീണ്ടെടുപ്പ് വില സ്വീകരിക്കപ്പെടാത്തത് കൊണ്ട് അവരുടെ ജീവന് മൂല്യമില്ലാതെ വരും. तो क्योंकि परंतु अगर इजरायली घराने में ऐसा कोई हुआ कि वो जो दाम जो उनको नियुक्ति किया है हर एक घराने को, उस घराने के हिसाब से वो नियुक्ति अगर भरने नहीं हो पाया तो उसका जो प्राण का जो मतलब उसका जो जीवन का जो उद्देश्य है वो व्यर्थ हो जाएगा. അത് ദേഹിയുടെ ജീവന് വേണ്ടിയുള്ള പ്രായശ്ചിത്തമാണ്. क्योंकि वो क्या है कि प्राण का जीवन का प्रायश्चित है वो. 1/2 ശേക്കൽ വെള്ളിയാണ് ദൈവം വെച്ചിരിക്കുന്നത്. 1/2 ശേക്കൽ. और वो जो दाम जो है हम देखते हैं कि आधे शेकल का दाम है वो. അത് എല്ലാവർക്കും കൊടുക്കാൻ തക്കവണ്ണം പരിമിതപ്പെടുത്തി കർത്താവ്. ഈ വീണ്ടെടുപ്പ് വില വളരെ വലുതാണ്. പക്ഷെങ്കിൽ ധനവാനും പാവപ്പെട്ടവനും സാധാരണക്കാർക്കും എല്ലാം കൊടുക്കാവുന്ന നിലയിൽ കർത്താവ് ഒരു അളവ് വെച്ചിരിക്കുകയാണ്. तो ये जो दाम जो है, जो प्राण का जो प्रायश्चित का दाम वास्तव में बहुत ही महंगा है और बहुत ही मूल्य है, परंतु परमेश्वर मनुष्य का अवस्था को जानकर गरीब हो या अमीर हो वो सब लोग एक रीति से एक माफियत दे सके योग्य रीति से वो दाम को प्रभु ने फिक्स करके उसको रखा है 1/2 शेकल. അവിടെ ധനവാൻ ധാരാളം പണം ഉള്ളത് കൊണ്ട് 1/2 ശേക്കൽ കൂടുതലോ ദരിദ്രൻ കുറച്ചോ കൊടുക്കരുത്. കാരണം എല്ലാവർക്കും തുല്യമായ ഒരു വിലയാണ്, ഒരു എസ്റ്റിമേഷൻ ആണ് കർത്താവ് അവിടെ രേഖപ്പെടുത്തുന്നത്. तो उधर वो बताता है कि तब ना धनी लोग 1/2 शेकल से अधिक दे और ना कंगाल लोग 1/2 शेकल से कम दे. तो क्योंकि ये अमीर हो या गरीब हो दोनों को तुल्य रीति से एक ही रीति का दाम दे सके ऐसा एक दाम प्रभु ने रखा है. എന്നിട്ട് അതിന്റെ 30-ാം അധ്യായം 16-ാം വാക്യം എക്സോഡസ് 30:16 വായിക്കുകയാണ്, യഹോവയുടെ മുൻപാകെ അത് എന്നേക്കും ഒരു മെമ്മോറിയൽ, എന്നേക്കും ദൈവത്തിന് ഓർക്കാനുള്ള ഒരു മെമ്മോറിയൽ ആയിട്ട് എപ്പോഴും ഉണ്ട്. और वो उसका 16 वाक्य में पढ़ते समय में निर्गमन 30 का 16 में वो हम देखते हैं कि वो यहोवा के सम्मुख इजरायलियों के लिए स्मरण ठहराए रखे करके, जो हमेशा हमेशा के लिए रहना चाहिए बोलकर वैसा एक स्मरण के लिए ठहराए रखना है. അപ്പം ഇതിന്റെ അർത്ഥം നമുക്ക് പുതിയ നിയമത്തിൽ നമുക്ക് നല്ലതുപോലെ അറിയാമത്. नए नियम के आधार पर हम इस विषय को जानते हैं. നമ്മള് 49-ാം സങ്കീർത്തനം അതിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വിലയേറിയത് റാൻസം പ്രൈസ്, വീണ്ടെടുപ്പ് വിലയാണെന്ന് കാണാൻ കഴിയും. हम लोग 49 भजन संगीता में पढ़ते समय में वहां पर हम देखते हैं कि एक मनुष्य का जो दाम जो है प्राण का दाम का जो है वो मूल्य बहुत ही महंगा है करके हम पढ़ते हैं. അപ്പോൾ ഇവിടെ
49 8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, സഹോദരനെ വീണ്ടെടുക്കാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ. അപ്പൊ ഈ റാൻസം പ്രൈസ് പോകുന്നത് ആർക്കാണ്? ദൈവത്തിനാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ അത് എന്നും ഒരു ജ്ഞാപകമായി, എന്നും ഒരു മെമ്മോറിയലായി ഇരിക്കത്തക്കവണ്ണം നമ്മുടെ ദേഹിക്ക് വേണ്ടി ഈ അരശേക്കൽ വെള്ളി ദൈവാലയത്തിൽ സ്വീകരിക്കുകയാണ്. तो उसका भजन संगीता 49 का हिंदी बाइबल में जब 7वां वाक्य में पढ़ते समय में उधर हम देखते हैं कि उनमें से कोई भी अपना भाई को किसी भी बीती भांति वो जो छुड़ाया नहीं जा सकता, और ना वो परमेश्वर को उसकी संति प्रायश्चित का वो खुद दे सकता है. तो मतलब ये दाम किसको दे रहा है? परमेश्वर की ओर है ये दाम जो जा रहा है, जो प्रायश्चित की रीति से देना है. അവിടെ 48 പറയാണ്, ദൈവത്തിന് വീണ്ടെടുപ്പല കൊടുപ്പാൻ മനുഷ്യ ആർക്കും കഴിയത്തില്ല. और ना ही वो परमेश्वर को उसके संति प्रायश्चित में खुद दे सकते. यानी कि मनुष्य में ऐसा कोई नहीं है कि परमेश्वर को ये अपना प्राण का छुड़ौती का दाम दे सके. मनुष्य में ऐसा कोई नहीं है. 49 9 വാക്യം, ഈ മനുഷ്യരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. ഏറ്റവും വിലയേറിയതാണ് ഈ പ്രപഞ്ചത്തിൽ, ഏറ്റവും വിലയേറിയതാണ് ഈ മനുഷ്യ പ്രാണന്റെ വീണ്ടെടുപ്പ്. और फिर वाक्य अगला वाक्य में हिंदी बाइबल में 8 में हम देखते हैं, क्योंकि उसके प्राणों का जो छुड़ौती का जो दाम है वो भारी है. मतलब भारी है यानी कि बहुत ही मूल्यवान है, वो खास है करके प्रभु ऐसा कहना चाहता है. അപ്പോൾ ഇത് എന്താണ് അർത്ഥമാക്കുന്നത്? और ये क्या अर्थ दिखाता है? അരശേക്കൽ എന്നുള്ളത് മനുഷ്യന് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ ദൈവം പരിമിതപ്പെടുത്തത്. ദൈവം ആവശ്യപ്പെട്ട വീണ്ടെടുപ്പ് മനുഷ്യർക്ക് ആർക്കും കൊടുക്കാൻ കഴിയത്തില്ല. എന്നാൽ ഒരു അടയാളമായിട്ട് ദൈവം വെച്ചിരിക്കുകയാണ് അരശേക്കൽ വെള്ളി. तो हम जानते हैं कि प्राण का जो प्रायश्चित का जो दाम है वो बहुत ही महंगा है. कोई भी प्राण उसे दे नहीं सकता, कोई भी मनुष्य उसे दे नहीं सकता. लेकिन परमेश्वर एक चिन्ह रीति से उसको आधा शकेल वो दाम रखा ताकि सब मनुष्य उसे भर पाए. वो चिन्ह रीति से प्रभु उसको रखकर मनुष्य दे रहे हैं. അപ്പോൾ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ് ഈ വീണ്ടെടുപ്പ് വിലയായിട്ട് ദൈവം സ്വീകരിക്കുന്നത്. तो नए नियम में हम देखते हैं कि परमेश्वर ने क्या किया. नए नियम में यीशु मसीह का लहू को ही वो दाम के रूप में ले लिया. നമ്മുടെ പ്രാണന് പ്രായശ്ചിത്തം വരുത്തതാണ് ദൈവസന്നിധിയിൽ ദൈവത്തിന് നമ്മളോടുള്ള ഏറ്റവും വലിയ സ്നേഹമായിട്ട് നമ്മൾ 1 യോഹന്നാൻ 4 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. पहला यूहन्ना 4 का 10 में हम पढ़ते समय में हमारा प्राण को छुड़ौती के लिए जो दाम प्रभु ने दिया है वो देने की वजह से, वो प्रायश्चित करने की वजह से इसमें परमेश्वर का प्रेम प्रकट हुआ है करके हम पढ़ते हैं. അപ്പോൾ നമ്മുടേതായിരിക്കുന്ന പാപജീവിതത്തിൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമാണ്. तो इसके लिए हमें मूल दाम देते समय में परमेश्वर ने सोना, चांदी, बहुमूल्य पत्थर ऐसा कुछ बातों से नहीं हमारा प्राण का मूल का दाम लिया, बल्कि यीशु मसीह का खुद के लहू ही था वो दाम बन गया ताकि हमारा छुटकारा हो सके. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം നമുക്ക് തന്നപ്പോൾ അവന്റെ രക്തം നമുക്ക് എല്ലാവർക്കും, ദരിദ്രനാണെങ്കിലും ധനവാനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും നമുക്ക് എല്ലാവർക്കും തുല്യതയോടെ ഒരേ മെഷറിൽ, ഒരേ അളവിൽ വലിയ ഒരു നിധി പോലെ ആ രക്തം കൊണ്ട് നമ്മളെ ദൈവം വിലയ്ക്ക് വാങ്ങി. तो इसलिए जब यीशु मसीह ने जब लहू बहाकर वो दाम जब परमेश्वर को दिया, वो दाम का खासियत यह है कि मनुष्य अमीर हो या गरीब हो, सभी लोगों को तुल्य रीति से एक ही समान, सभी लोगों के लिए लाभदायक हो सके करके समानता में प्रभु यीशु मसीह ने अपना लहू को बहाया. അപ്പൊ വിശ്വാസിയുടെ മൂല്യം എന്താണ്? കുഞ്ഞാടിന്റെ രക്തമാണ്, എല്ലാവർക്കും തുല്യമാണ്. जिसके वजह से अभी एक विश्वासी का मूल्य, उसका वैल्यू अभी कितना हो गया? जो लहू का वैल्यू है, जिसके वजह से अभी सब विश्वासी वो लहू का वैल्यू में समानता में आने की वजह से सब विश्वासी तुल्य हो गए. ദൈവസന്നിധിയിലുള്ള നമ്മുടെ മൂല്യത ക്രിസ്തുവിന്റെ രക്തത്തിന്റെ മൂല്യത തന്നെയാണ്. इसके लिए परमेश्वर की उपस्थिति में हमारा मूल्यता अभी कितना हो गया? जो मूल्यता मसीह का लहू को है, वही सेम मूल्यता वैल्यू परमेश्वर हमें भी दे रहा है. അത് കർത്താവായ യേശു ക്രിസ്തു ആ രക്തം ദൈവത്തിന് കൊടുത്തത് സ്വർഗസ്ഥലങ്ങളിലാണ്. और प्रभु ने जब वो लहू जाके देते समय में वो स्वर्गीय स्तर में जाकर यीशु ने पिता परमेश्वर को दिया. നമ്മളെ എബ്രായ ലേഖനം 9 അധ്യായം അതിന്റെ 11 12 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, इब्रानी को पुस्तक 9 का 11 12 में पढ़ते समय में हम देखते हैं. അവിടെ നമുക്കൊന്ന് വായിക്കാം.
उस विषय को हम देखते हैं। നമ്മുടെ കർത്താവ് വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട് വന്ന് വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ, എന്ന് വെച്ചാൽ മനുഷ്യരാരും സൃഷ്ടിക്കാത്ത ദൈവത്തിന്റെ കരങ്ങളാലുള്ള മാനുഷിക നിർമ്മിതമല്ലാത്ത ഒരു സ്വർഗീയ കൂടാരത്തിലേക്ക് കർത്താവ് സ്വന്തം രക്തം കൊണ്ട് പ്രവേശിച്ചു എന്ന് നമ്മൾ അതിന്റെ 11ാം വാക്യത്തിൽ വായിക്കുന്നു. तो इब्रानियों का पुस्तक 9 का 11 में पढ़ते समय में वहां पर हम देखते हैं कि परंतु जब जो मसीह आने वाले अच्छे अच्छे वस्तुओं का महायाजक होकर आया, तो उसने और भी बड़े और सिद्ध तंबू से होकर, जो हाथों से बनाया हुआ नहीं है, अर्थात जो ये सृष्टि का नहीं करके, तो उधर वो हाथों से ना बनाया, मतलब इस दुनिया में ही नहीं है, वो मनुष्य के भूमि पर नहीं है बल्कि स्वर्गीय तलों पर है, ताकि कोई भी मनुष्य वो क्लेम नहीं कर सकते कि हमने ये तंबू बनाया। इस रीति से भूमि का नहीं है, लेकिन वो प्रभु ने क्या किया, अपने लहू को लेकर स्वर्गीय स्तर पे जाकर वो लहू छिड़काया करके हम वहां पर हम पढ़ते हैं। അവിടെ അതിന്റെ 12ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, मैं ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, പിന്നെയോ സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചപ്പോൾ തന്റെ സ്വന്തം രക്തം കൊണ്ട് അവിടെ പ്രവേശിച്ച് സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ അത് തളിച്ചു. और 12 में हम पढ़ते हैं कि बकरी और बछड़ों की लहू के द्वारा नहीं, पर अपने ही लहू के द्वारा एक ही बार में अति पवित्र स्थान में वो प्रवेश किया। तो यीशु मसीह ने अपना लहू को लेकर, अपना खुद का लहू जो क्रूस पे बहाया था, उसी लहू को लेकर जाकर स्वर्ग में अति पवित्र स्थान में जाकर परमेश्वर की उपस्थिति में जाकर लहू को जाकर छिड़क कर वो छुड़ातरी का दाम परमेश्वर को दिया। രണ്ട് കാര്യം അതിനകത്തുണ്ട്. 2 बातें हम यहाँ पर देखते हैं। ഒന്ന്, കർത്താവ് ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. കാരണം കർത്താവായ യേശു രക്തം ചൊരിഞ്ഞത് ഭൂമിയിലാണ്. एक बात हम देखते हैं कि जब यीशु उस लहू के विषय में देखते समय में एक बात यह है कि लहू बहाया गया, वो लहू कहाँ बहाया गया, क्रूस पर जो भूमि में हुआ है। അത് നമ്മളെ കൊലോസ് ലേഖനം 1ാം അധ്യായത്തിന്റെ 20ാം വാക്യത്തിൽ അത് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. कोलोसे 1:20 में पढ़ते समय में स्पष्ट रीति से हम वो बात को हम पढ़ते हैं। അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്, और वहां पर हम पढ़ते हैं कि क्रूस पे बहाया हुआ लहू के द्वारा അവൻ നമ്മളെ ദൈവത്തോട് സമാധാനം ഉണ്ടാക്കി, में परमेश्वर के साथ मेल मिलाप किया। സകലത്തെയും ദൈവത്തോട് നിരപ്പിപ്പാൻ, പിതാവിനോട് നിരപ്പിപ്പാൻ അവന് ഇഷ്ടം തോന്നി. और ये भाया कि सब वस्तुओं की उसके द्वारा से अपने साथ मेल करने के लिए वो चाहा। അപ്പം പഴയ നിയമത്തിൽ ഒരു ആട്ടുംകുട്ടിയെ പുറത്തു വെച്ച് യാഗം അർപ്പിച്ച് അതിനെ രക്തം ചൊരിയണം. ആ ചൊരിഞ്ഞ രക്തം പാത്രത്തിലെടുത്ത് കൃപാസനത്തിൽ കൊണ്ടുവന്ന് തളിക്കണം. तो पुराने नियम में क्या होता था कि जब भी कोई बैल बकरी या बछड़े को जब वो लोग बलि करते समय में बाहर का आंगन के वेदी में उसको वध किया जाता था, और वहां से वो लहू को एक बर्तन में इकट्ठा कर अंदर के वेदी में जाकर या अंदर जाकर उसको वेदी में छिड़कता था। അങ്ങനെ അത് ആ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലുള്ള പൗരോഹിത്യമല്ല, അവന് സ്വർഗീയ പൗരോഹിത്യം, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ഉള്ളതുകൊണ്ട് ഇവിടെ അഹരോന്യ ക്രമത്തിലല്ല, ഈ ഭൂമിയിലുള്ള ഒരു കൂടാരത്തിലല്ല, സ്വർഗത്തിലെ ദേവാലയത്തിലേക്കാണ് കർത്താവ് രക്തവുമായി പ്രവേശിച്ചത്. तो इसके लिए जब प्रभु यीशु मसीह जो अहरोन के क्रमांक से अनुसार नहीं बल्कि मल्कीसदेक के क्रमांक के अनुसार आया हुआ महायाजक होने के वजह से, अहरोन जैसा भूमि पर वो लोग कार्य करते थे वैसा सेवा ना करते हुए मल्कीसदेक के क्रमांक के अनुसार होने की वजह से स्वर्गीय तल पर था, उन्होंने उस लहू को जाकर उसने छिड़का। അപ്പം ദൈവം നമുക്ക് എല്ലാവർക്കും തുല്യമായ രീതിയിൽ വീണ്ടെടുപ്പ് രക്തം, കർത്താവായ യേശു ക്രിസ്തു ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശു ക്രിസ്തു സ്വർഗത്തിൽ ചെന്നപ്പോൾ അവിടെ കർത്താവായ യേശു കടന്നു പോയത് രക്തവുമായിട്ടാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശ്വാസത്താൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗീയ കൂടാരത്തിലേക്ക് പിതാവിന്റെ അടുക്കിലേക്ക് പ്രവേശനം ലഭിച്ചു. तो प्रभु यीशु मसीह ने सभी प्रकार के मनुष्यों को, अमीर हो या गरीब हो, सब कोई भी भेदभाव ना करते हुए सबको समानता में एक ही रीति से लहू बहाकर सबको एक ही रीति से मूल्यता देने की वजह से सबको स्वर्ग में एक ही रीति से प्रवेश कराया और हमारा स्तर स्वर्गीय स्तर में रखा। അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മള് എബ്രായ ലേഖനം അതിന്റെ 4ാം അധ്യായത്തിന്റെ 14ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. इब्रानियों 4:14 में हम पढ़ते हैं। അത് നമ്മുടെ ഹൃദയത്തിൽ അത് ഗ്രഹിക്കണം. കർത്താവായ യേശു ക്രിസ്തു
നമുക്ക് ധൈര്യം ഉണ്ടാകുന്നത് നമുക്ക് വേണ്ടി വീണ്ടെടുപ്പ് വില റാൻസം പ്രൈസുമായിട്ടാണ് കർത്താവ് സ്വർഗത്തിലേക്ക് പോയത്. तो ये बात हमें हृदय में हमें विश्वास करना है कि किस रीति से प्रभु ने हमारे लिए एक ही बार में प्रायश्चित का दाम वो जो अपना लहू से हमारे प्रायश्चित का दाम को लेकर उन्होंने स्वर्ग में दिया। അപ്പൊ അതിന് 4:14 വാക്യം വായിക്കുകയാണ്. 4:14 में हम पढ़ते हैं, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമ്മുടെ അംഗീകാരം, നമ്മുടെ കൺഫെഷൻ, ദൈവസന്നിധിയിൽ നമ്മൾ സ്വീകരിക്കപ്പെട്ടവരാണ് എന്നുള്ള ഉറപ്പ് ധൈര്യത്തോടെ നമുക്ക് പ്രാപിക്കാം. കാര്യം എന്താണ്? നമ്മുടെ മറുവിലയായ വീണ്ടെടുപ്പ് രക്തവുമായിട്ട് യേശു ആകാശത്തിലൂടെ കടന്ന് പിതാവിന്റെ സന്നിധിയിൽ ചെന്ന് അവിടെ കൃപാസനത്തിൽ തളിച്ചു. तो इसके लिए वहां पर हम पढ़ते हैं कि सो हमारा ऐसा एक बड़ा महायाजक है जो स्वर्ग से होकर गया है, अर्थात परमेश्वर का पुत्र यीशु। तो आओ हम अपने अंगीकार को दृढ़ता से थामे रहे। हमारा अंगीकार यानी कि हम जो स्वीकारे गए हैं करके जो स्वर्गीय धर्म में, क्योंकि यीशु मसीह ने लहू लेकर जाकर पूरे स्वर्गों को पार करके हुए, आकाश और बादलों को पार करके स्वर्ग की ओर परमेश्वर जहां पर विराजमान है वहां पर जाकर उन्होंने लहू छिड़ककर हमें परमेश्वर की उपस्थिति में हमें ग्रहण कराया। കാരണം നമുക്ക് ദൈവസന്നിധിയിൽ അംഗീകാരം കിട്ടി. കാരണം ദൈവം നമ്മളെ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ മൂല്യതയിൽ വിലയേറിയവരായിട്ട് കാണുകയാണ്. जिसके वजह से अभी हमें स्वर्ग में हम स्वीकारा जाने के होने के वजह से ये हम दृढ़ता से हम ये बात को थामे रहे कि क्योंकि अभी हम लोग स्वीकारे जा चुके हैं, क्योंकि परमेश्वर ने अभी हमें अपना लिया है। അവന്റെ കൃപയാണത്. അവൻ നമ്മളെ ഇങ്ങോട്ട് സ്നേഹിച്ചതാണ്. അവനാണ് നമ്മളോട് സ്നേഹം ആദ്യം ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. तो ये प्रभु का कृपा अनुग्रह है जो प्रभु ने हमारे ऊपर किया, क्योंकि प्रेम उन्होंने पहला हमसे किया। वो प्रेम जो शुरुआत हुआ वो उनकी ओर से हमारे ऊपर, वहां परमेश्वर की ओर से शुरुआत हुआ हमारे ऊपर। നമ്മുടെ ജഡത്തിലുള്ള വലിപ്പമോ ചെറുപ്പമോ, പണമുണ്ടോ പണമില്ലയോ, സൗന്ദര്യമുണ്ടോ സൗന്ദര്യമില്ല, ഉന്നത കുല ജാതനാണോ, ഇതൊന്നും ദൈവത്തിന് സ്വീകാര്യമല്ല. ദൈവം സ്വീകരിക്കുന്നത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചിന്തിയ രക്തം അതെല്ലാവർക്കും തുല്യമായി. ആ രക്തത്തിന്റെ വില നമുക്ക് വിലമതിക്കാൻ കഴിയത്തില്ല. കാരണം അത്രമാത്രം വിലയാണ്. പക്ഷെങ്കിൽ പഴയ നിയമത്തിൽ അത് അരശേക്കൽ കാണിക്കുന്നത് എന്തിനാണ്? അത് ഏതൊരു വ്യക്തിക്കും തുല്യതയുണ്ട്, തുല്യമായിട്ട് സ്വീകരിക്കപ്പെട്ടു എന്ന് കാണിക്കാനാണ് അത് പഴയ നിയമത്തിൽ അരശേക്കൽ വെച്ചിരിക്കുന്നത്. तो हमारा शारीरिक रीति के अनुसार नहीं प्रभु ने हमको चुना या अपनाया, या हम लोग बड़े हैं या छोटे हैं, अमीर हो या गरीब हो, काला हो या गोरा, इस रीति का कोई भी प्रकार का हमारा शारीरिक प्रकृति को देखकर नहीं परमेश्वर हमें अपना रहा, बल्कि यीशु मसीह ने जब लहू बहाते समय में उस लहू बहाने में एक ही रीति से सभी लोगों को, मनुष्य जात को परमेश्वर ने उस लहू में स्वीकारा है। वो है छुटकारा का दाम का मूल्य था। वही बात हम पुराने नियम में देखते समय में आधा शकेल, मतलब सभी प्रकार के मनुष्यों को वो एक ही रीति से वो दाम दे सके, जो ये दिखाने के लिए सभी मनुष्य तुल्य है करके, इसके लिए वो दाम आधा शकेल रखा था। അപ്പൊ ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ നമ്മളിലേക്ക് നോക്കി നമ്മൾ എങ്ങനെയുള്ളവരാണെന്നുള്ള നിലയിലല്ല ദൈവം നമ്മളെ സ്വീകരിച്ചിരിക്കുന്നതെന്നും യേശുക്രിസ്തുവിന്റെ മറുവില രക്തത്തിന്റെ മൂല്യതയിലാണെന്നും നമ്മൾ ഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസാക്ഷിക്ക് ധൈര്യം, വളരെ സന്തോഷത്തോടെ വരാൻ നമുക്ക് കഴിയുന്ന ഒരു പ്രവേശനം കർത്താവ് നമുക്ക് ഒരുക്കി തന്നു. तो अब परमेश्वर की उपस्थिति में आते समय में मनुष्य का कोई मेहनत का कोई कार्य की वजह से नहीं है, लेकिन यीशु मसीह ने जो लहू बहाया है उसके आधार पर परमेश्वर मनुष्य को स्वीकार रहा है करके, जब ये बात पूर्ण दृढ़ता से जब एक विश्वासी विश्वास करने की वजह से उसको प्राण में धैर्य हो जाता है कि वो कभी भी ओपनली खुले मन से वो अभी प्रभु की उपस्थिति में आ सके, ऐसा धैर्य और यह हो जाता है। അത് നമുക്ക് അപ്പോസ്തലനായ പൗലോസിന് സ്വീകാര്യം കിട്ടുന്നതുപോലെ തന്നെയാണ് നമുക്കും, വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും ഇന്നലെ രക്ഷിക്കപ്പെട്ട ആൾക്കും 20 കൊല്ലം കഴിഞ്ഞവർക്കും എല്ലാം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ മൂല്യത കൊണ്ട് ദൈവം വിലയേറിയവരായിട്ടാണ് നമ്മളെ കാണുന്നത്. तो वो जिस रीति से परमेश्वर ने पौलोस जैसा व्यक्ति को चुना है करके जब बोलते समय में उसी रीति का स्वीकार हमें भी गया है, स्वीकार हमें भी मिला है। तो बड़े हो या छोटे हो, अभी उद्धार पाया हुआ होगा या 20 साल पहले उद्धार पाया हुआ होगा, सभी लोगों को एक ही रीति से एक ही प्रकार में है प्रभु यीशु मसीह में हमें स्वीकार रहा है। അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അടുക്കുമ്പോഴോ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങളുമായിട്ട് വരുമ്പോഴോ ഒക്കെയും ഈ മൂല്യതയെ കണ്ടുകൊണ്ട് വേണം വരാൻ.
इसके लिए हम जब परमेश्वर की उपस्थिति में आते समय में या प्रार्थना करते समय में हमेशा ये मूल्यता को समझकर देखकर हमें आना है। അതുകൊണ്ടാണ് നമ്മള് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. എബ്രായർ 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വരിക. എവിടെയാണ് കൃപാസനം? സ്വർഗത്തിൽ. മനുഷ്യരല്ല, കർത്താവ് സ്ഥാപിച്ച മാനുഷികമായിട്ടുള്ള കരത്താലല്ല, ദൈവം സ്ഥാപിച്ച കൂടാരത്തിലേക്ക് അല്ലെങ്കിൽ ദേവാലയത്തിലേക്ക്, അവിടെയുള്ള കൃപാസനത്തിലേക്ക് നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവസന്നിധിയിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. കാരണം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ മൂല്യത കൊണ്ട്. तो उसका इब्रानियों का पुस्तक 4:16 जब पढ़ते समय में, इसलिए आओ हम अनुग्रह के सिंहासन के निकट हियाव बांध कर चले। तो उधर वो अनुग्रह का सिंहासन कहाँ पर है? वो स्वर्गीय तल पर है। क्यों? क्योंकि ये मनुष्य के हाथों से बनाया हुआ स्थान नहीं है, बल्कि स्वर्ग में है। परमेश्वर ने क्या उपस्थिति में है, वहां पर हम कैसा आ रहे हिया एकदम धैर्य के साथ, हिम्मत के साथ हम लोग आ सकता है। उस रीति से हमें वो प्रवेश को हमें दिया है, क्योंकि वहां पर हमें आने के विषय में योग्यता प्रभु यीशु मसीह का लहू है। എബ്രായ ലേഖനം 9:12 നമ്മൾ നേരത്തെ വായിച്ചു. इब्रानियों അവിടെ യേശു കർത്താവ് ആ ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമായിട്ട് ആ രക്തം കൊണ്ട്, ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് പ്രവേശിച്ച് എന്നേക്കുമുള്ള ഇറ്റേണൽ റിഡംഷൻ സാധിച്ചു എന്നാണ് വായിക്കുന്നത്. हम लोग वापस इब्रानियों 9:12 में हम लोग पढ़ते समय में अपना बैल बकरियों के लहू के द्वारा नहीं, बल्कि अपने ही लहू के द्वारा जब प्रभु अति पवित्र स्थान में प्रवेश करने के वजह से क्या हुआ, एक अनंत काल का छुटकारा भी प्रभु ने प्राप्त करा के दिया। രക്തം ചൊരിഞ്ഞത് ഭൂമിയിൽ ക്രൂശിലാണ് രക്തം ചൊരിഞ്ഞത്, പക്ഷെ രക്തം തളിച്ചത് കൃപാസനത്തിൽ സ്വർഗത്തിലാണ്. तो लहू जब बहाया गया था वो भूमि में, स्वर्ग क्रूश में भूमि पर था, लहू बहाया गया है। लेकिन लहू जब छिड़का गया है करके वो कहां पर है? स्वर्ग में अति पवित्र स्थान में स्वर्गीय स्तर पर था, वो छिड़काया गया है। അപ്പം ഈ തളിക്കുക എന്നുള്ളത് ഈ ചൊരിയപ്പെട്ട രക്തം തളിക്കപ്പെടുന്നതിലൂടെയാണ് നമ്മൾ സ്വീകരിക്കപ്പെടുന്നത്. तो हम कैसे स्वीकारे जाते हैं? जो लहू बहाया गया था, वही बहाया हुआ लहू को लेकर जब छिड़कते हैं उस वर्ग में जाकर, तो उस छिड़कने के आधार पर हम स्वीकारे जा चुके हैं। ഇത് നമ്മള് പഴയ നിയമത്തിലെ കാര്യവും പുതിയ നിയമത്തിലെ കാര്യവും തമ്മിൽ കമ്പയർ ചെയ്ത് പറയുകയാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്നുണ്ട്. മലിനപ്പെട്ടവരുടെ തളിക്കുന്ന പശുവും ആടുകളുടെയും കാളുകളുടെയും രക്തവും അവരെ ശുദ്ധീകരിക്കും. തളിക്കുന്ന, ചൊരിയാന്നല്ല. അപ്പം പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ ജനത്തിന്റെ മേൽ രക്തം, അറുക്കപ്പെട്ട കുഞ്ഞാന്റെ രക്തം തളിക്കുമ്പോൾ അവർ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ വിലയേറിയവരായി തീരുന്നു, പാപങ്ങൾ മോചിക്കപ്പെടും. तो वो बात को समझने के लिए पुराना नियम को बातों को जब पढ़ते समय में है, नए नियम का वो अर्थ हम समझ में आता है, जो दोनों साथ में चलने वाली बात है। जो पुराने नियम का संभव का या किस रीति से वो लोग शुद्धता का कार्य करने के लिए क्या करते हैं, वो इब्रानियों 9:13 में लिखे है कि क्योंकि जब बकरे और बैलों का लहू और कलोर की राख अपवित्र लोगों पर छिड़के जाने से शरीर की शुद्धता हो लिए पवित्र करती है। तो वहां पर देखो छिड़कते हैं, तो वो बहाया हुआ लहू को वो लोग क्या करते हैं, लोगों के ऊपर छिड़कने के वजह से उस समय में शारीरिक रीति से एक शुद्धिकरण होने की वजह से वो लोग पवित्र किए जाते थे। തന്നെയല്ല, നമ്മള് ഈ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. उतना ही नहीं, इब्रानियों 9:19 में हम पढ़ते हैं, ദൈവം ന്യായപ്രമാണം കൊടുത്തപ്പോൾ, മോശ മുഖാന്തരം ന്യായപ്രമാണം കൊടുത്തപ്പോൾ ഒരു കാളയെ അറുത്തിട്ട് ആ രക്തം ജനത്തിന്റെ മേലും ഈ പുസ്തകത്തിന്റെ മേലും തളിച്ചു. കരാർ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിന് മേലും തളിച്ചു എന്ന് നമ്മൾ 9-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. और उसका इब्रानियों 9:19 का आखिरी भाग में हम पढ़ते समय में हम देखते हैं कि पुराने नियम में जब वो पुराने नियम का वाचा और व्यवस्था को जब शुरू करते समय में मूसा ने क्या किया था, उसने बलि कर उस बलि का लहू को लेकर उसने क्या किया, पुस्तक पर और सब लोगों पर छिड़का करके हम पढ़ते। पुस्तक यानी कि पुराने नियम में जो उस समय का लिखा हुआ ग्रंथ, पहला 5 पुस्तक को उसके ऊपर और लोगों के ऊपर वो लहू को छिड़का। അങ്ങനെ അതിന്റെ 21-ാം വാക്യത്തിലും വായിക്കുന്നുണ്ട്, രക്തം തളിച്ചു. രക്തം ചൊരിയുന്നതുണ്ട്, രക്തം തളിക്കുന്നു. തളിക്കുന്നത് കൃപാസനത്തിലാണ്, രക്തം ചൊരിയുന്നത് യാഗപീഠത്തിലാണ്.
और फिर उसके बाद 21वां वाक्य में भी हम पढ़ते समय में इसी रीति से उसने क्या किया, तंबू और सेवा करने वाले समान पात्र पर भी वो क्या किया, लहू को छिड़का। तो लहू छिड़कता, कौन सा लहू छिड़का था? जो लहू बहाया गया था वही लहू को छिड़का। लहू यीशु मसीह का लहू जो है क्रूस में, भूमि में बहाया गया था और उसको स्वर्गीय तल में अति पवित्र स्थान में जाकर उसको स्वर्ग में जाकर छिड़का। ഇതുപോലെ പുതിയ നിയമത്തിൽ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ മനസാക്ഷി ദുർമനസാക്ഷി ആയാൽ, എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത് കഴിയുമ്പോൾ അവന്റെ മനസാക്ഷി ദുർമനസാക്ഷി ആയാൽ ഈ തളിക്കപ്പെട്ട രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുമെന്ന് നമ്മൾ 10-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലുണ്ട്. എബ്രായ ലേഖനം 10:22. तो उसके लिए जब विश्वासी जब शारीरिक हो जाए या पाप में गिर जाने की वजह से वो उसका विवेक अशुद्ध हो जाता है। तो इस प्रकार का अशुद्ध हुआ विवेक को शुद्ध करने के लिए हम लोग वहां पर इब्रानी को पुस्तक 10 10-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. हाँ, इब्रानी को पुस्तक 10:22 पढ़ते समय में वहां पर हम देखते हैं कि वो लोग क्या करते थे कि ये छिड़काया हुआ लहू को, छिड़काया हुआ लहू पर उन लोग को विश्वास करके उस लहू के पास आना है जो छिड़काया हुआ है। उस लहू के द्वारा क्या छिड़काया नहीं, दोबारा छिड़कने की वजह से हमारा विवेक शुद्ध हो जाएगा। അപ്പോൾ അതിന്റെ 19 മുതൽ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരുശിലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിലേക്ക്, പിതാവിരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശനവും ധൈര്യവും ഉണ്ട്. കാര്യം എന്താണ്? ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതൻ ഉള്ളത് കൊണ്ടും അവിടെ തളിക്കപ്പെട്ട രക്തം ഉള്ളത് കൊണ്ടും നമുക്ക് ഏത് സമയത്തും കൃപ ലഭിപ്പാൻ കൃപാസനത്തിലേക്ക് വരുമ്പോൾ എന്റെ മൂല്യം അവിടെ ദൈവസന്നിധിയിൽ വിലയേറിയതാണെന്ന് കാണുന്ന വിശ്വാസിക്ക് തക്ക സമയത്ത് കർത്താവിൽ നിന്ന് കൃപ ലഭിക്കും. അത് തക്ക സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് കൃപാസനത്തിലേക്ക് വരണം. കാര്യം എന്താണ്? ദൈവസന്നിധിയിൽ നമ്മള് രക്തത്തിന് വില കൊടുത്ത് വാങ്ങിയ മൂല്യതയെ ദൈവം ഒരിക്കലും കുറച്ച് കാണത്തില്ല. तो इसके लिए वहां पर इब्रानियों का 10:19 से हम पढ़ते समय में, इसलिए सो है भाइयों, जबकि हमें यीशु के लहू के द्वारा, तो हमें वो यीशु का मसीह का लहू के द्वारा है हमें ये कार्य हुआ, कोई बैल बकरियों का नहीं। तो यीशु के लहू के द्वारा उस नए और जीवित मार्ग से पवित्र स्थान या अति पवित्र स्थान में प्रवेश करने का हिया हुआ है, जो उसे पर्दे अर्थात अपने शरीर से में से ही होकर हमारे लिए अभिषेक किया गया है। और इसलिए कि हमारा ऐसा एक महायाजक भी है जो परमेश्वर के घराने में अधिकारी है। तो उस अति पवित्र स्थान में वहां पर प्रवेश करते समय में हमें हियाव और धैर्य किस आधार पर है? क्योंकि वहां पर महायाजक है और उनका लहू, प्रभु यीशु मसीह का लहू वहां पर होने के वजह से जो हमें शुद्ध करता है, निष्कलंक करता है करके, उस लहू के आधार पर है हम लोग को उस अति पवित्र स्थान में प्रवेश है। പിന്നീട് നമ്മളത് തുടർന്ന് എബ്രായ ലേഖനം 11:28 പിന്നീട് 1 പത്രോസ് 1:2 പിന്നെ ഈ എബ്രായ ലേഖനം തന്നെ 12:24 നമ്മള് ഈ 12:24 ഒന്ന് വായിക്കും. കാരണം നമ്മള് ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മള് അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കുഞ്ഞാടിന്റെ തളിക്കപ്പെട്ട രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. इस रीति से इब्रानियों 11 में, पहला पत्रोस में और इब्रानियों 12:24 में भी पढ़ते समय में, जो हमें अभी पढ़ना चाहिए, वहां पर भी हम देखते समय में वहां पर हम देखते हैं कि वो जो नया वाचा का मध्यस्थ यीशु को छिड़काया हुआ उस लहू के पास, तो वहां पर भी परमेश्वर की उपस्थिति में छिड़काया हुआ लहू है करके हम पढ़ते हैं। അപ്പൊ ഇന്ന് നമ്മൾ കർത്താവിനോട് അടുക്കുമ്പോൾ, आज हम प्रभु की उपस्थिति में जब हम निकट आते हैं, നമ്മൾ ആത്മാവിൽ സ്വർഗീയ തലത്തിലാണ് ആയിരിക്കുന്നത്. हम लोग आत्मा में स्वर्गीय स्तर पर हम लोग हैं। പഴയ നിയമത്തിൽ അത് സിയോൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവിടെ അതിന്റെ എബ്രായ ലേഖനം 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ അവര് സിയോൻ പർവ്വതത്തിലാണ് വന്നത്, ഭൂമിയിലാണ്. എന്നാൽ പുതിയ നിയമത്തിൽ വിശ്വാസികൾ അടുത്തു വരുന്നത് പിതാവിന്റെ അടുക്കൽ, സ്വർഗത്തിൽ. നമ്മൾ ഭൂമിയിലാണെങ്കിലും നമ്മൾ വിശ്വാസത്താൽ നമ്മുടെ മൂല്യത അല്ലെങ്കിൽ രക്തം സ്വർഗത്തിലായതുകൊണ്ട് വിശ്വാസത്താൽ അവിടെ ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ പറയുകയാണ്, അവിടെ ആരെല്ലാം ഉണ്ടെന്നാണ് അവിടെ വായിക്കുന്നത്. അതിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ, അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത്, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും
സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബിലെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ വന്നിരിക്കുന്നത്. तो पुराने नियम में हम पढ़ते समय में, वही इब्रानियों का पुस्तक 12 का 18 में पढ़ते समय में, वहां से हम पढ़ते हैं कि वो भूमि में हुआ सियोन का मंदिर, पर्वत के उपस्थिति में लोग वहां पर आते हैं, तो वो जो भूमि पर है जिसके, परंतु हम लोग नए नियम में देखते समय में हमारा एकत्र होना, भले ही शारीरिक रीति से हम लोग भूमि में हम देखते हैं, लेकिन आत्मिक रीति से हम लोग स्वर्गीय तल पर, हम लोग वहां पर है, स्वर्गीय स्तर पर उठाए गए हैं। तो हमारा स्थान, हमारा पदवी, हमारा पोजीशन स्वर्गीय तल पर है। क्यों? क्योंकि लहू, क्योंकि मूल्यवान है परमेश्वर के नजर में, वही मूल्य से है परमेश्वर हमें, उसी मूल्यता से हमें देखकर हमें दिखता है। और उसी स्वर्गीय तल में जब हम लोग एकत्र होते समय में, वाक्य 22 से हम लोग पढ़ते समय में, वहां पर हम देखते हैं कि उस सियोन का, उस पहाड़ के पास और जीवित परमेश्वर का नगर, जो स्वर्गीय यरूशलेम के पास हम लोग आए हैं, और वहां पर लाखों लाखों स्वर्गदूत और पहिलौठों का साधारण सभा और कलीसिया जन जिनके नाम स्वर्ग में लिखे गए हैं, और सब न्यायी परमेश्वर के पास, और सिद्ध किए हुए धर्मियों के आत्मा के पास, और उस नया वाचा के मध्यस्थ यीशु और छिटकाया हुआ लहू के पास आए हैं, जो आबेल के लहू से भी उत्तम बात करता है। तो उसी स्वर्गीय स्तर पर है हम लोग, ऊंचाई में, जहां पर इतने लोगों के उपस्थिति में हम लोग स्वर्गीय स्थल में, भले हम लोग शारीरिक रीति से भूमि में एकत्र होते हो, लेकिन विश्वास के द्वारा हम लोग आत्मा में, आत्मिक स्तर में, स्वर्गीय स्तर पर हम लोग एकत्र हो रहे हैं। അപ്പൊ മലയാളത്തില് എബ്രായ ലേഖനം 12:24 തളിക്കപ്പെട്ട രക്തം എന്ന് അവിടെ അവർ എഴുതിയിട്ടില്ല. അവിടെ തർജ്ജമ ചെയ്തപ്പോൾ തെറ്റുപറ്റിയതാണ്. അവിടെ സ്പ്രിങ്കിൾ ബ്ലഡ് തന്നെയാണ് നമ്മൾ അതിൽ ഒറിജിനൽ ആയിട്ട് നമ്മൾ വായിക്കുന്നത്, സ്പ്രിങ്കിൾ ബ്ലഡ്. കാരണം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ തളിക്കപ്പെട്ട രക്തം നമ്മുടെ മൂല്യതയാണ്. ഇത് കണ്ടുവേണം നമുക്ക് ഏത് സമയത്തും ദൈവത്തോട് അടുക്കാൻ. കാരണം നമ്മൾ വിലയുള്ളവരാണ്, ദൈവസന്നിധിയിൽ വളരെ വിലയുള്ളവരാണ്. तो उसमें 24वां वाक्य में स्पष्ट रीति से हम पढ़ते हैं समय में, छिटकाया हुआ उस लहू के पास करके हम वापस स्पष्ट रीति से हम देखते हैं। तो वो क्यों ऐसा बोला गया है? क्योंकि ये यहाँ पर हमारा मूल्यता को दर्शाता है। तो परमेश्वर जिस रीति से यीशु मसीह का वो छिटकाया हुआ लहू को जो स्वर्ग में छिटका गया है, जिस मूल्यता से, वैल्यू से देखता है, उसी वैल्यू और मूल्यता प्रभु ने हमको भी दिया है। हमारा आधार और मूल्य उसी लहू के आधार पर है। അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നമ്മുടെ മൂല്യതയെ എത്രമാത്രം വലുതാണെന്ന് കാണിക്കുകയാണ് തിരുവചനം. तो इतने बातों में हम देखते हैं कि स्वर्गीय स्तर में हमारा कितना हमारा मूल्यता है करके, ये बात वचन से हमने देखा। ഇനിയും നമ്മൾ എങ്ങനെ മൂല്യത കൊടുക്കുന്നു എന്നതിനനുസരിച്ച് നിത്യതയിൽ നമ്മൾ വ്യത്യസ്തരായി. കാരണം ദൈവം നമുക്ക് വിലയേറിയ രക്തം തന്ന് ഒരേ പൊസിഷനിൽ ഒരേ സ്ഥാനം തന്ന് തുല്യരായിട്ട് സ്വീകരിച്ചെങ്കിലും നമ്മളെ കർത്താവിനെയും അവന്റെ വീണ്ടെടുപ്പിനെയും അവന്റെ രക്തത്തെയും സ്വർഗീയ കാര്യങ്ങളെയും വില കുറച്ച് കാണുന്നത് കൊണ്ട് നമ്മൾ ഇനിയും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ക്ലാസിഫൈ ആയിട്ട് മാറിപ്പോകും. तो अभी इतना देर से हमने देखा कि स्वर्ग हमें क्या मूल्यता देता है, परंतु अभी ये मूल्यता को समझने के बाद विश्वासी अभी भूमि में, वो लोग अभी उस प्रभु का उस कार्य को क्या मूल्यता देता है करके, ये भी हमें समझना जरूरी है। क्योंकि परमेश्वर ने अपना पुत्र को मूल्यवान लहू जब बहा कर, उसी मूल्य का लहू जो छिड़काया गया है स्वर्गीय स्तर पर, उसी वही मूल्यता से जब परमेश्वर हमें उसी मूल्य में हमें देखते समय में, जिसकी वजह से अभी हम किस रीति से वो उस लहू का मूल्यता को समझकर, किस रीति से हम एक विश्वासी जिंदगी जीते हैं, वो मूल्यता को समझकर उसके आधार पर रहेगा। स्वर्गीय तल में हमने भूमि में जितना क्या उस लहू को सचमुच मूल्य देकर मसीह जीवन जिया, या उसको तुच्छ जानकर, या उसका मूल्यता को कम जानकर मसीह जीवन जिया है करके, उसका आधार को वहां पर स्वर्ग में प्रभु बहुत सारे विश्वासियों को क्लासिफाई करे, यानी कि विभाजन करके अलग अलग करेगा। कितने विश्वासी लोगों ने अलग अलग वर्ग बनाएगा विश्वासियों को, वो वहां पर मूल्य, वो स्थान वहां पर प्रभु विश्वासियों को देगा जिन्होंने जितना मूल्यता दिया है। അത് നമുക്ക് ലേവ്യ പുസ്തകം 27-ാം അധ്യായത്തിലാണ് കാണുന്നത്. वो हमको लेवी का पुस्तक 27वां अध्याय में, അവിടെ വിശ്വാസികളെ ഒരു 5 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്.
वहां पर जो विश्वासी उधर के लोगों को जो जो इजरायली लोग भेंट करने आते समय में 5 रीति से स्तरों में उनको विभाजन किया है। ദൈവം നമ്മളെ തുല്യരായിട്ട് ഉയർന്ന സ്റ്റാൻഡേർഡിൽ ഉയർത്തി വെച്ചിട്ടും പുരോഹിതന്മാരാക്കി, നമ്മളെ വിശുദ്ധരാക്കി, നിർമ്മലന്മാരാക്കി, സ്വർഗീയ പൗരന്മാരാക്കിയെങ്കിലും നമ്മൾ ക്രിസ്തുവിനെയും അവന്റെ വീണ്ടെടുപ്പിനെയും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, നമ്മൾ കൊടുക്കുന്ന മൂല്യതയുടെ വ്യത്യാസം അനുസരിച്ച് നമ്മൾ സ്വർഗത്തിൽ വ്യത്യസ്തരായിട്ട് കാണപ്പെടും. तो वो तो इसके लिए हमें किस रीति से जब वहां पर स्वर्ग में हमें मूल्यता देते समय में स्वर्ग में यीशु मसीह का लहू के आधार पर हर एक विश्वासियों को समानता, एक ही रीति का समानता, सबको एक ही प्रकार का मूल्य वहां पर हमें देने की वजह से अब विश्वासी लोग किस रीति से उस लहू का मूल्यता को समझकर मूल्यता देते हैं, उसके आधार पर रहेगा विश्वासियों का क्रमांक वहां पर करने वाला है। ലേവ്യ പുസ്തകം 27 അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ വായിച്ചാൽ ഈ ക്ലാസിഫിക്കേഷൻ കാണാൻ കഴിയും. तो वो लेवी का पुस्तक 27वां अध्याय है, उसका 27 1 से 8 तक पढ़ते समय में वहां पर हम पढ़ सकते हैं ये विभाजन को, मतलब कितने प्रकार के लोग हैं करके वो भाग अलग अलग को भाग किया है करके वो बात हमको देखते हैं। നമ്മള് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൽ കണ്ടത് അരശേക്കൽ എല്ലാവർക്കും തുല്യമാണ്. हम लोग निर्गमन का पुस्तक अध्याय 30 में जब हमने 16 का वाक्य में पढ़ते समय, 14 से हम लोग 15 पढ़ते समय में वहां पर हमने क्या पढ़ा था 15 वाक्य में, सबको आधा शेकेल देना है करके जो छुटकारे का दाम है करके हम पढ़ते समय में ये सबको समान है, कोई भी प्रकार के लोग अमीर हो या गरीब हो सबको एक ही दाम देना था, क्योंकि ये परमेश्वर ने नियुक्त किया हुआ दाम था। അത് വീണ്ടെടുപ്പ് വിലയാണ്. और वो प्राण का छुटकारा का दाम, छुड़ौती का दाम है, प्रायश्चित का दाम है वो। അത് കർത്താവ് നമ്മുടെ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് യേശുവിന്റെ രക്തമാണ്, അല്ലെങ്കിൽ വീണ്ടെടുപ്പ് വേലയാണ്. അവന്റെ കഷ്ടത, അവൻ അനുഭവിച്ച പീഡാനുഭവങ്ങള്, അവന്റെ കണ്ണുനീര്, അവന്റെ വിയർപ്പ്, അധ്വാനം, ഇതെല്ലാം മൂല്യമായിട്ട് ദൈവം സ്വർഗത്തിൽ കാണുകയാണ്. और ये आधा शक्ल जो पुराने नियम में जो दाम सबको समानता में था, वो नए नियम में वो यीशु मसीह को है, वो दाम को दर्शाता है। तो यीशु मसीह ने जो लहू बहाया, जो कष्ट सहा, आंसू बहाया, दुख सहा, एक पापी लोगों को बचाने के लिए किस किस कठिनाइयों से जाना पड़ा, वो सब बातें हैं, वो एक पापी को छुटकारा का दाम बनकर प्रभु उनको बचाता है। ഇനിയും 27-ാം അധ്യായം ലേവ്യ 27 1 മുതൽ 8 വരെ ദൈവത്തിന് ഓരോ ഇസ്രയേലിലും പൗരനും ദൈവത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു നേർച്ചയുണ്ട്. അതിനെ കോൺസിക്രേഷൻ എന്ന് പറയും. वो अभी क्या हो गया है कि अभी ये क्योंकि अभी इजरायली लोग इस रीति से छुटकारा पाकर मूल्यवान परमेश्वर के नजर में बन जाने के वजह से अभी क्या करना पड़ेगा, हर एक इजराइल के एक एक नागरिक वो लोग क्या करना पड़ेगा, परमेश्वर की उपस्थिति में उन लोगों को एक दाम वो लोग अपने मर्जी से हर एक विश्वासी लोग परमेश्वर की ओर वो लोग देते हैं। അതായത് അരശേക്കൽ വെള്ളി കൊടുത്തതിന്റെ എങ്ങനെ ഇവര് വില മതിക്കുന്നു എന്നതിനാണ് ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നത്. तो मतलब ये एक ऐसा भाग है जिन जिन लोगों को जो आधा शकेल के द्वारा जो दाम का मूल्यता समझने के बाद अभी ये लोग अपने तरफ से परमेश्वर को वो लोग प्रभु को धन्यवाद की रीति से बैठ के उपस्थिति में वो लोग चढ़ाते हैं। അപ്പൊ ഞാൻ സമയക്കുറവ് കൊണ്ട് നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുന്നില്ല. तो समय बचाने के लिए हम लोग पूरा भाग पढ़ेंगे नहीं। അവിടെ കർത്താവ് അവിടെ 20 അതിന്റെ ക്ലാസിഫിക്കേഷൻ അവരുടെ വയസ്സാണ്. 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ഒരു ക്ലാസ്സിൽ പെടുകയാണ്. तो वहां पर उसका वाक्य 3 में पढ़ते समय में वहां पर हम देखते हैं कि पहला भाग के लोग है जो 20 वर्ष से लेकर 60 वर्ष तक का एक प्रकार के भाग को हम देखते हैं। അവര് തങ്ങളെ തന്നെ ദൈവത്തിന് കൊടുക്കാൻ തക്കവണ്ണം അവരെ ദൈവസന്നിധിയിൽ എസ്റ്റിമേറ്റ് ചെയ്യണം. ഞാൻ ദൈവസന്നിധിയിൽ വിലയേറിയവനായി തീർന്നല്ലോ, കാരണം വീണ്ടും വില കൊടുത്തു. അതിന് അവരെന്ത് ചെയ്യണം, 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവരാണെങ്കിൽ 50 ശേക്കൽ വെള്ളി ദൈവാലയത്തിലേക്ക് തൂക്കിക്കൊടുക്കണം. അതിന്റെ അർത്ഥം ഞാൻ ഇത്ര മാത്രം വീണ്ടെടുപ്പിനെ വിലമതിക്കുന്നു എന്ന് കാണിക്കാനാണ്. तो उसके लिए अभी वो ये जो वर्ष के लोग अभी क्या करेंगे, परमेश्वर की उपस्थिति में, क्योंकि प्रभु ने हमें आधा शकेल दाम देकर हमें छुटकारा दे दिया है करके ये बात को जानकर पहचान कर अब वो लोग क्या करेंगे, हमारा अवस्था, हमारा पदवी अभी इतना ऊपर प्रभु ने पहुंचाया है करके ये बात वो लोग खुद से पहचान कर वो लोग अभी क्या करेंगे,
लगभग वो लोग 50 शकेल को वो लोग उसको वहां पर दाम देकर उसको तोलकर वो लोग देकर बताएंगे कि इस मूल्य में हम आपको अभी दे रहे हैं बोलकर सब परमेश्वर को समझ कर दे रहे हैं। 20 വയസ്സ് മുതൽ 20 വയസ്സ് പഴയ നിയമത്തിൽ കാണിക്കുന്നത് ഒരു യൗവനക്കാരൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആ സമയത്തെയാണ്. അല്ലെങ്കിൽ അവന് ഉത്തരവാദിത്തങ്ങളുണ്ട്, അവന് കാര്യവിചാരത്തിലേക്ക് വന്നു, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവായി. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ആ 20 വയസ്സ് 60 വയസ്സ് വരെ ഉള്ളവരെ 50 ശേക്കൽ വെള്ളി, അതായത് അര ശേക്കലിന്റെ ഏകദേശം 100 മടങ്ങ് ഇരട്ടിയാണ് അവരെന്ത് ചെയ്തിരിക്കേണ്ടത്, ഈ വീണ്ടെടുപ്പിന് വിലമതിക്കാനായിട്ട് കൊടുക്കേണ്ടത്. तो ये 20 साल मतलब क्या है, 20वां वर्ष में उस समय में इजरायली लोगों को बच्चों को पुरुषों को जब जिम्मेदारी का एहसास होकर वो लोग जिम्मेदारी वो लोग लेने का जो समय है वो इस उम्र से वो लोग शुरू होता है, उस समय से वो लोग कार्य करते हैं। इसलिए उस समय से लेकर 60 साल के जो सभी लोगों को वो लोग क्या करना है, वो दाम को समझ कर वो लोग क्या करेंगे, जो 50 शकेल वो लोग देते हैं, जो लगभग आधा शकेल से भी बहुत गुना ज्यादा दाम से है, 50 शकेल वो लोग देते हैं। 5 വയസ്സ് മുതൽ 20 വരെ വയസ്സുള്ള 5-ാം വാക്യത്തിലുണ്ട് 5 മുതൽ 20 വയസ്സുള്ള 20 ശേക്കൽ കൊടുക്കണം. और फिर पांचवा वर्ष से लेकर 20वां वर्ष तक जो हम लोग वाक्य 5 में हम पढ़ते समय में उन लोगों को 20 शकेल देना है। ആ ഒരു മാസം മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ളവരെ 5 ശേക്കൽ കൊടുക്കണം. और फिर 1 महीना उम्र से लेकर 5 साल की उम्र का वाक्य 6 में हम पढ़ते समय में एक महीने से लेकर 5 साल तक के वर्ष का उन लोग को 5 शकेल देना है। അത് മാതാപിതാക്കളാണ് കൊടുക്കേണ്ടത്. और वो माँ बाप है जो उसके माँ बाप देते हैं। പിന്നീട് നമ്മൾ കാണുന്നത് അതായത് 60 വയസ്സ് മുകളിലോട്ടുള്ളവരെ അവര് ഡിക്ലൈൻ ആയി അവരെ 15 ശേക്കൽ കൊടുക്കണം. और फिर जो 60 साल के ऊपर के लोग हैं जो वाक्य 7 में हम पढ़ते हैं कि उन लोग को कितना है, 15 शकेल उन लोग देते हैं। ഇനിയും ഈ കാറ്റഗറിയിലെ പറഞ്ഞിരിക്കുന്ന 50 ശേക്കല് 20 ശേക്കല് 5 ശേക്കല് 15 ശേക്കല് കൊടുക്കാൻ കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ, അവൻ ഏത് ഏജിൽപ്പെട്ട ആളാണെങ്കിലും, അവൻ ദരിദ്രനാണെങ്കിൽ അവനെ മഹാപുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് മഹാപുരോഹിതൻ അവന്റെ സ്ഥിതിവിശേഷം നോക്കി ഒരു വില മതിക്കണം. तो और इसके बाद अभी ये उम्र के लोग जब जीते समय में इन लोगों को अपने अपने उम्र के कैटेगरी में लोग रहते समय में जब वो लोग देखते समय में उनके पास वो दाम देने के लिए उनके पास नहीं है, काबिलता नहीं है, तो वो लोग क्या करेंगे, ऐसे लोग गरीब लोग जो गरीब है जो अपने अपने जीने का अवस्था भी नहीं है, वो लोग क्या करेंगे, कोई भी उम्र के लोग हो सकते हैं, वो लोग क्या करेंगे, वो लोग सब महायाजक के पास जाएंगे, वाक्य 8 में हम पढ़ते हैं। और वो लोग क्या करेंगे, महायाजक के पास जाकर खड़े हो जाने के बाद याजक उनका मूल्यता को तोलेगा और वो दाम फिर उनको देना पड़ेगा। അപ്പോൾ ഇത് പഴയ നിയമത്തിൽ അത് അവരുടെ വയസ്സിനെ ക്രമീകരിച്ചാണ്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ സ്പിരിച്വൽ ക്വാളിറ്റി എത്രത്തോളം നമ്മൾ കർത്താവിന് സെപ്പറേറ്റ് ആയി വിശുദ്ധീകരണം പ്രാപിക്കുന്നു എന്നതാണ് ഇതിലെ വേരിയേഷൻ വരുന്നത്. तो पुराने नियम में उम्र को देखकर था उनका मूल्य, उनको दाम देना पड़ता था, लेकिन नए नियम में हम देखते समय में एक विश्वासी प्रभु में वो आत्मिक बातों का मैच्योरिटी को समझकर अपने आप को किसने कितना रीति से उसने पवित्र कर दिया है, वो पवित्र करके अलग किया है, वो उसका दाम बन जाता है। അപ്പോൾ 60 വയസ്സ് മുകളിലോട്ട് വന്നാൽ അതിന്റെ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ തന്നെ അവര് ഡിക്ലൈൻ ആയി എന്നുള്ളതല്ല. അപ്പൊ നമ്മളെ കാലേബിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കാലേബ് പറയുകയാണ്, എനിക്ക് ഇപ്പോൾ 85 വയസ്സായി, ഞാൻ ഇപ്പോഴും മല കയറാനും പടവെട്ടാനും പോകുവാനും വരുവാനും യുദ്ധം ചെയ്യാനൊക്കെ എനിക്ക് ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞാൽ തന്റെ സ്പിരിച്വൽ ക്വാളിറ്റി താൻ അത്രത്തോളം കർത്താവിന് വിധേയനാണ്, താന് ഹൈ മാർക്കുള്ളവനാണ്. ആ വയസ്സ് കൂടിക്കഴിഞ്ഞാലും അവന് 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള യൗവനക്കാരുടെ നിലയിൽ കർത്താവിന്റെ വേലയെ വിലമതിപ്പാനും ഉള്ള കഴിവുണ്ട്. അങ്ങനെയുള്ളവർക്ക് ദൈവസന്നിധിയിൽ പ്രത്യേക പരിഗണനയുണ്ട്. കാരണം ദൈവം വലിയൊരു വില കൊടുത്ത് നമ്മളെ മേടിച്ചെങ്കിലും നമ്മൾ കൊടുക്കുന്ന മാന്യതയും വിലയും നമ്മൾ കൊടുക്കുന്ന ബഹുമാനവും അനുസരിച്ചാണ് നമുക്ക് അടുത്ത യുഗത്തിൽ ദൈവസന്നിധിയിൽ अधिकारங்களும் स्थानमानங்களும் കിട്ടാൻ പോകുന്നത്. तो उसके लिए हम लोग उम्र ज्यादा है सोचकर कभी भी अपना मूल्यता को कम नहीं करना। जैसे पुराने नियम में उम्र ज्यादा है बोलकर 60 के ऊपर हो गया है बोलकर वो लोग लगभग 15 शकेल वो लोग देते थे बोल के, तो उम्र ज्यादा हो गया बोलकर ऐसा विषय को नहीं समझना। उदाहरण के लिए कालेब को अगर हम देखा जाए तो वो लगभग 85 इयर्स का व्यक्ति था और वो तभी भी वो कहता है कि क्या मैं युद्ध करने के लिए पहाड़ चढ़ने को मैं सेवा करने के लिए मैं अभी भी तैयार हूं करके
वो ऐसा मन रखने वाला कालेब था। मतलब क्या, क्योंकि उसका आत्मिक विषय में जो उसका क्वालिटी था वो उतना ऊंचा था, क्योंकि उसने समझा, देखा कि परमेश्वर ने जो मुझे छुटकारा के लिए, जो मेरे लिए जो दाम दिया है, जो बहुत मूल्यता है, उस दाम के सामने मैं कुछ भी नहीं हूँ बोलकर, तो भी मैं प्रभु की सेवा के लिए हमेशा तत्पर, मैं तैयार हूँ करके, उसका उतना उम्र हो जाने के बाद भी वो 20 साल के जवान जैसा सेवा करने का मनोअवस्था उसने रखा। तो ये ऐसा मूल्यता को समझकर हमेशा ऊंचा दर्जे से ऊंचा स्थान देने के लिए, ऊंचा दाम देने के लिए जो तैयार होने वाला है विश्वासी लोगों को, स्वर्ग में हमेशा उसको खास माना जाएगा और उनको खास इज्जत दिया जाएगा। അതുകൊണ്ടാണ് നമ്മളെ വിശ്വാസികൾ ഈ കാര്യത്തിൽ വിലമതിക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ഏറ്റവും വിലയേറിയവരായി തീരുന്ന നിലയിൽ നമ്മൾ സഹോദരന്മാര് പരസ്പരം സഭാജീവിതത്തിൽ അന്യോന്യം പ്രബോധിപ്പിക്കുകയും അന്യോന്യം ഉയർത്തുകയും സഹോദരന്മാരെ താങ്ങുകയും അവർ ക്രിസ്തുവിനെ ക്രൂശ് പറയുന്നത്, ക്രൂശ് നമ്മള് നിരന്തരം പറയുന്നത് സഹോദരന്മാര് കർത്താവിന്റെ ക്രൂശിനും വേലയ്ക്കും വില കൊടുക്കണം. इसके लिए भाई लोग आपस में, जब हम लोग एकत्र होते हैं समय में, भाई लोग एक दूसरे के साथ हमेशा सेवा करें, भाइयों को मदद करें, उनके लिए प्रार्थना करें, संभाले, और वो आपस में हमेशा सेवा का तत्पर बने रहने के लिए हमेशा वो लोग तैयार रहे। इसके लिए हम लोग जब वचन बांटते समय में, क्रूस का वचन है जो सबसे मूल्यवान वचन, ये बांटने के विषय में हमेशा तैयार रहकर, उस क्रूस का वचन में खड़े रहकर, अपने आप को पवित्र कर मसीह जीवन जीने का जो सही अर्थ समझकर जीना बहुत ही जरूरी है। ഒരു വിശ്വാസി പോലും എനിക്ക് ദൈവസന്നിധിയിൽ വേണ്ട വിലയില്ല, എനിക്ക് കൃപാവരങ്ങളില്ല, എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹരായി അവരെ മനം മടുത്തിരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ദൈവം അവർക്ക് വലിയൊരു വില കൊടുത്തു. അതാണ് നമുക്ക് ദൈവസന്നിധിയിൽ, അത് ദൈവം കൊടുക്കുന്ന മൂല്യതയെ കാണാതെ നമ്മുടെ കണ്ണിനനുസരിച്ച് കർത്താവിന്റെ വേലയെ പരിമിതപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ ഭാവി ജീവിതത്തെയും ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തെയും അത് ബാധിക്കും. तो कोई भी विश्वासी ऐसा अपने आप को कम ना करे, अरे मुझ में कोई योग्यता नहीं है, मुझ में कोई काबिलता नहीं, मैं ऐसा कैसा सेवा कर सकता हूँ, ऐसा सोचकर आलसीपन में ना जाए। क्योंकि उन लोग को अपना अपना अपने आप को देखकर नहीं, उन लोग अपना वैल्यू को, मूल्यता को समझना है, बल्कि प्रभु यीशु मसीह ने जो उनको बहुमूल्य लहू बहाकर जो दाम दिया है, वो बात को देखकर है वो लोग सेवा में उतरना है। तो प्रभु का दाम का आधार पर है उन लोगों को अंदर उत्तेजना होना है सेवा करने के लिए। परंतु ये प्रभु ने किया हुआ काम को ना देखते हुए, अपना स्वयं का कुछ काबिलता का, मेरे पास ये काबिलता नहीं है, वो काबिलता नहीं है बोलकर स्वयं में देखकर अपने आप को, वो मूल्यता को नीचा करने की अगर कोशिश करेंगे, तो फिर ऐसा विश्वासी ने प्रभु का सही कार्य को उसने निंदा किया, उसने वैल्यू नहीं दिया, जिसकी वजह से उसको आने वाला भविष्य में जो प्रभु उसको स्वर्ग में तैयार करके रखा हुआ, बाद में उसको हानि उठाना पड़ेगा, और भूमि में भी उसको वो खुशी और शांति का अनुभव उसको नहीं हो पाएगा। जिस रीति से वो उत्तेजना से जीना चाहिए था वो नहीं जी पाएगा। ആണ് കർത്താവ് പറയുന്നത്, സഭയിൽ ഒരു സഹോദരനെ പോലും നിന്ദിക്കരുത്. കാരണം ദൈവം ഇത്രയും വില കൊടുത്ത് ആ സഹോദരനെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ വേറൊരു സഹോദരൻ ആ സഹോദരനെ താണ രീതിയിൽ കാണുമ്പോൾ, ആ താണ രീതിയിൽ കാണുന്ന സഹോദരന് അടുത്ത യുഗത്തിൽ വലിയ നഷ്ടം സംഭവിക്കും. मैं इसके लिए खास रीति से भाई लोग एक दूसरे को जब एकत्र होते समय में, वचन में लिखा है कि कभी भी एक भाई दूसरा भाई को तुच्छ नहीं करना या नीचा करके नहीं देखना, क्योंकि हर एक भाइयों को प्रभु ने एक ही मूल्य दाम देकर, खरीद कर मूल्यता का ऊंचा स्थान में रखा है। इसलिए जो भाई दूसरा भाई, जब एक भाई दूसरा भाई को मूल्यता कम देख करके देखकर उसको तुच्छ जानता है, तो वो जो तुच्छ करने वाला जो भाई रहेगा, उसका अवस्था, उसको स्वर्ग में उसको वो किया हुआ कार्य को उसका सजा भुगतना पड़ेगा या हानि उठाना पड़ेगा। രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. दो बातें हमने देखा। കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വില കൊണ്ട് ദൈവം നമുക്ക് നൽകുന്ന മൂല്യതയും നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുക്കുന്ന വിലയും തമ്മിൽ അത് നമ്മുടെ ഭാവിയെ ബാധിക്കും. അപ്പൊ ദൈവം കൊടുക്കുന്ന വിലയ്ക്കനുസരിച്ച് നമ്മൾ എപ്പോഴും ഉയർന്ന് ദൈവം എന്നെ ആ രീതി അനുഗ്രഹിച്ചു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ ആ സഭയിലുള്ള എല്ലാവരും അങ്ങനെയാണ്. ആ രീതിയിൽ ഉയർന്ന വില കൊടുത്ത് ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡിൽ നമ്മളെ ദൈവത്തെ കാണാനും വിലമതിക്കാനും, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അവൻ വിലയേറിയവനാണ് എന്ന് 1 പത്രോസ് 2 അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് അവനെ വിലമതിക്കാൻ ഉള്ള അവസരമാണ് സഭാജീവിതം. നമ്മൾ മരിക്കുന്നതിന് മുൻപേ വേണ്ട രീതിയിൽ അവനെ വിലമതിക്കാനുള്ള കഴിവിലേക്ക്, പ്രാപ്തിയിലേക്ക് എത്തിച്ചേരാൻ കർത്താവിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. इसके लिए प्रियो, दो बातें हमने देखा। एक है कि प्रभु यीशु मसीह ने लहू बहाने की वजह से हम जो नीचे लोग थे, हम लोग को ऊंचा दर्जा देकर जो दाम यीशु, जो वैल्यू
मूल्यता प्रभु यीशु मसीह का लहू को है, उसी वैल्यू और मूल्यता में हर एक विश्वासियों को, नया जन्म पाया हुआ विश्वासियों को प्रभु ने उस ऊंचा रीति से मूल्यता में प्रभु यीशु मसीह ने हमें लाकर रखा है। ये था पहला बात। दूसरा बात हम देखें कि अभी ये जो मूल्यता प्रभु ने हमको दे दिया है और हम उस मूल्य पद में जो पहुंच चुके हैं, ये बात को देखकर अभी हम अपना मसीह जीवन में किस रीति से परमेश्वर को कितना मूल्यता देकर उसके आधार पर पवित्र होकर जीने के लिए अपने आप को समर्पण करते हैं, उसके हिसाब से हमारा जो प्रतिफल हमको जो भविष्य में स्वर्ग में मिलेगा, वो है दूसरा विषय। तो इस रीति से प्रियो, हम लोग सब लोग इस रीति से यत्न करें कि प्रभु ने अभी हमको इतना ऊंचा दर्जा हमको देने के वजह से हम लोग अभी प्रभु की उपस्थिति में मूल्यवान हो चुके हैं। जैसा पहला पत्रोस 2:5 में हम लोग पढ़ते समय में अभी हम लोग सब लोग अभी मूल्यवान हो जाने की वजह से हम लोग खास लोग हो गए हैं, होने की वजह से उस रीति से हम लोग यत्न करें और भाइयों को हम लोग प्रोत्साहन कर एक दूसरे को उसी मूल्यता में, जैसा प्रभु हमको मूल्य दिखता है, उसी मूल्यता में हम एक दूसरे को देखकर एक सच्चा विश्वासी जीवन जी सके और उसी आधार पर समर्पण करके जिए। इसके विषय में प्रभु हम सबको सहायता करें। Praise the Lord. പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ. प्रेज द लॉर्ड। प्रभु का धन्यवाद हो। प्रार्थना करेंगे भाई। ഇമ്മാനുവൽ ബ്രദർ.